അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലോഡർ ഫീച്ചേഴ്സാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് രീതിക്കുള്ള ലോഡർ ഫീച്ചേഴ്സാണ്. ഒന്ന് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ചും രണ്ടാമത്തത് ലോഡർ ഓപ്ഷൻസ്. ഫസ്റ്റ് അബൌട്ട് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് പറയുന്നത് ബേസിക്കലി എക്സ്റ്റേണൽ റെഫറൻസസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളതാണ്. അതായത് പ്രോഗ്രാമേഴ്സിന് സ്റ്റാൻഡേർഡ് സബ് റൂട്ടീൻസിനെ നമ്മളുടെ പ്രോഗ്രാമിൽ എഴുതാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ടീൻസിന് നമ്മൾക്ക് ലിങ്കിങ്ങിൻ്റെ സമയത്ത് ലൈബ്രറിയിൽ നിന്ന് റിട്രീവ് ചെയ്താൽ മതി. ഇനി നമുക്കറിയാം ഇപ്പം എന്താണ് പറയുന്നത്, ഇപ്പം ലിങ്കിങ് ലോഡേഴ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് റൂട്ടീൻസിനെ സബ് പ്രോഗ്രാം ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാമിലൊരു സ്റ്റാൻഡേർഡ് സബ് റൂട്ടീനെ യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ ലിങ്കിങ്ങിൻ്റെ സമയത്ത് ഇവരെ ലോഡ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി അവിടെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഈ ഒരു പേർപ്പസിനായിട്ട് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ നിന്നായിരിക്കും നമുക്ക് വേണ്ടതെല്ലാം റിട്രീവ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രോഗ്രാമിൽ ഒരു സബ് റൂട്ടീൻ അല്ലാണ്ട് എനിക്ക് പല സബ് റൂട്ടീൻസ്, ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ലൈബ്രറിയിൽ നിന്നായിരിക്കില്ല, പല ലൈബ്രറീസിൽ നിന്ന് പല സബ് റൂട്ടീൻസിന് എനിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എൻ്റെ മെയിൻ പ്രോഗ്രാമിനോട്ട് എനിക്ക് യൂസ് ചെയ്യാം. ഇതിൽ പ്രോഗ്രാമറിന് ഒരു രീതിക്കുള്ള ആക്ഷൻ എടുക്കേണ്ട ആവശ്യം ഇല്ല ബിയോണ്ട് മെൻഷനിങ് ദ സബ് റൂട്ടീൻ നെയിം ആസ് എൻ എക്സ്റ്റേണൽ റെഫറൻസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടർ ഇത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഓക്കെ എവിടെ നിന്നാണ് ഇത് എടുക്കുന്നത് എന്നുള്ള ഒരു ബോധം, ഒരു അറിവ് വേണം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പേര് മെൻഷൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചില സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് ലൈബ്രറി കോൾ എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി ഉണ്ടാകും. സോ ഓട്ടോമാറ്റിക് ലൈബ്രറി കോൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ സിമ്പിൾ, റെഫർ ചെയ്തേക്കുന്ന എക്സ്റ്റേണൽ സിമ്പിളിൽ നമ്മൾ പ്രൈമറി ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. എവിടെ? ലോഡറിന്. സോ ഒരു മെത്തേഡ് നമ്മൾ ലോഡറിന് പ്രൈമറി ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എൻ്റർ ദ സിമ്പിൾസ് ഫ്രം ദി റെഫർ റെക്കോർഡ് ടു ദി എസ്റ്റാപ്പ്. ഓൾറെഡി പ്രസൻ്റ് ആയ കേസിലാണെങ്കിൽ വേണ്ട, അല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡിഫൈൻഡ് റെക്കോർഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. എന്നാൽ ഇപ്പം ഡിഫൈനിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ റെഫർ റെക്കോർഡ് ചെയ്യുന്ന എസ്റ്റാബ് യൂസ് ചെയ്തിട്ട് നമ്മൾ സിമ്പിൾസ് എൻ്റർ ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാസ് വണ്ണിൻ്റെ സമയത്ത് നമ്മൾക്ക് അഡ്രസ്സസും കാര്യങ്ങളും എസ്റ്റാബിലുള്ള സിമ്പിൾസിൻ്റെ എല്ലാത്തിൻ്റെയും കൊണ്ട് അഡ്രസ്സസ് കിട്ടും. അതുപോലെയാണ് നമ്മളുടെ പ്രോഗ്രാമിന് അല്ലെങ്കിൽ ആൽഗോരിതത്തിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ബൈ ചാൻസ് ഇപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഇതിനെ റൺ ചെയ്യേണ്ട ആവശ്യം വരും. സോ അപ്പം ആ ഒരു മൾട്ടിപ്പിൾ ടൈംസിൽ റൺ ചെയ്യുമ്പോഴത്തേനും ഇനീഷ്യൽ ഇപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫ്ലോയിൽ ഇപ്പം എൻ്റെ പാസ് വണ്ണിൻ്റെ ഫ്ലോയിൽ ഇപ്പോൾ എനിക്കിപ്പം ലൈബ്രറിയാണ് ഞാൻ റെഫർ ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനീഷ്യലി കിട്ടത്തില്ല. അപ്പം അവിടെ അതൊരു നില്ലായിട്ട് കിടക്കും. രണ്ടാമത്തെ സർക്കുലേഷൻ വരുമ്പോഴത്തേനും വാട്ട് ഇറ്റ് ഡസ്, അവർ ലൈബ്രറി അല്ലെങ്കിൽ ലൈബ്രറി സ്പെസിഫൈഡ് ഫോർ ദ റൂട്ടീൻസിൽ അവർ ചെക്ക് ചെയ്യും ഈ ഒരു സിമ്പിൾസിന് ഡെഫിനേഷൻസിന് വേണ്ടിയിട്ട്. അപ്പം അതിൽ നിന്നും കിട്ടിയ ആൻസേഴ്സ് ആയിരിക്കും നമ്മുടെ സബ് റൂട്ടീനിനെ എന്താ പറയുക എസ്റ്റാബിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സബ് റൂട്ടീനിനെ അവർ പ്രോസസ്സ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനിയിപ്പം ഇതിൽ വേറൊരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ് റൂട്ടീൻസിന് ഓവർറൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓവർറൈഡ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ജാവയൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും, അതിൻ്റെ പുറത്തൂടെ നമുക്ക് നമ്മുടെ രീതിക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് നമുക്ക് ഈ ഒരു സബ് റൂട്ടീൻസിന് ഓവർറൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു കേപ്പബിലിറ്റി, ഒരു അതോറിറ്റിയും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഓവർറൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ രീതിക്ക് സ്വയമായിട്ട് നമുക്ക് റൂട്ടീൻസിന് ഡിസൈൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് SQRT എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് സബ് റൂട്ടീൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം SQRT എന്ന് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ലൈബ്രറി സെർച്ച് ഫംഗ്ഷൻ വെച്ചിട്ട് ആ ഒരു റെക്കോർഡിനെ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്നാൽ ഞാനിപ്പം എൻ്റെ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഒരു വേറെ രീതിക്ക് ആ ഒരു SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാസ് വൺ കഴിയുമ്പോഴത്തേനും ഈ നമ്മൾ ഓണായിട്ട് ഡിസ്ക്രൈബ് ചെയ്തതായിരിക്കും ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. ബൈ ചാൻസ് ആ ഒരു SQRT നമ്മൾ ഓണായിട്ട് നമ്മൾ ഓണായിട്ട് ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അഡ്രസ്സ് കാണും, ഇത് നില്ലായിട്ട് കിടക്കത്തില്ല. ബൈ ചാൻസ് ഫസ്റ്റ് അഡ്രസ്സിങ്ങിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഇത് സെർച്ച് ചെയ്യുമ്പോഴത്തേനും ലൈബ്രറീസിന് റെഫർ ചെയ്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സബ് റൂട്ടീൻസിനെ നമ്മൾക്കിഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനും നമുക്ക് പറ്റും.
സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഒരു സബ് റൂട്ടീനെ നമുക്ക് മോർ ദാൻ 1 നെയിംസ് വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ ഒരൊറ്റ പ്രാവശ്യമേ ഒറ്റയായിട്ടേ അത് സ്റ്റോർ ചെയ്യത്തുള്ളൂ. സോ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാർജ് നമ്പർ ഓഫ് എന്താണ് പറയുന്നത്, ഇപ്പം നമ്മളെന്താ ഇപ്പം പറയുക, ഒരു പ്രോഗ്രാം, ഇപ്പോൾ ആ ഒരു പ്രോഗ്രാമിനെ നമുക്കിപ്പോൾ പല നെയിംസിന് നമ്മൾക്കിപ്പം ഡയറക്ടറിയിൽ സ്റ്റോർ ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ലാർജ് നമ്പർ ഓഫ് എക്സ്റ്റേണൽ റെഫറൻസസ് വരുന്നതിൽ നിന്ന് നമുക്കതിനെ തടയാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിക്ക് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്. സെക്കൻഡ് വൺ ആണ് ലോഡർ ഓപ്ഷൻസ്. ലോഡർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേനും കോമൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് അറ്റ് ദ ടൈം ഓഫ് ലോഡിങ് ആൻഡ് ലിങ്കിങ്. സോ ഇവിടെ നമുക്ക് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കൊരു ലോഡറിന് ഇപ്പം എനിക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഇപ്പം ഇന്നൊരു കൺട്രോൾ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ന സെക്ഷൻ റീഡ് ചെയ്യാനോ ലോഡിങ്ങിൻ്റെ സമയത്ത് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ പർട്ടിക്കുലറായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പോലെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിനെ വെച്ചിട്ട് നമുക്കൊരു ലോഡറിനകത്ത് എന്ത് ചെയ്യണം, ലൈക്ക് എങ്ങനെ ലോഡർ ആക്ട് ചെയ്യണം എന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഇവിടെ ഒരു കമാൻഡ് ഉണ്ട്, ഇൻക്ലൂഡ് പ്രോഗ്രാം നെയിം ലൈബ്രറി നെയിം. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും ലോഡറിനെ ഡയറക്റ്റീവാണ് ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ ലൈബ്രറിയിൽ നിന്ന് വായിക്കാനായിട്ട്. ആൻഡ് ട്രീറ്റ് ആസ് ഇഫ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ പ്രൈമറി ലോഡർ ഇൻപുട്ട്. നമ്മൾ ഇനീഷ്യലി ലോഡറിന് കൊടുത്തേക്കുന്ന ഇൻപുട്ടിൻ്റെ തന്നെ ഭാഗമായി തന്നെ ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് ഡിലീറ്റ് ആണ്. ഡിലീറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സിമ്പിൾസിനെ അല്ലെങ്കിൽ കൺട്രോൾ സെക്ഷൻസിനെയൊക്കെ ഡിലീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതെന്ന് പറയുമ്പോഴത്തേനും യൂഷ്വലി നമ്മുടെ പ്രോഗ്രാം ലോഡ് ലിങ്ക് ചെയ്യുന്നതിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ലൈക്ക് എക്സ്റ്റേണൽ റെഫറൻസസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരു ഓപ്ഷൻ ഡിലീറ്റും രണ്ടാമത്തെ ഓപ്ഷൻ ചേഞ്ചുമാണ് നമുക്കുള്ളത്. ഇപ്പം ഈ രണ്ടെണ്ണവും നമുക്ക് കൺട്രോൾ സെക്ഷനെയും എക്സ്റ്റേണൽ സിമ്പിൾസിൻ്റെയും വിത്ത് റെഫറൻസുമാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഈ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ്, റീഡ്, UTLIB എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു ലൈബ്രറീനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ്. ഇൻക്ലൂഡ് റൈറ്റ് എന്ന് പറയുമ്പോഴത്തേനും റീഡ് ചെയ്യാനുള്ള കമാൻഡ് എന്നല്ല, റീഡ് ചെയ്യാനുള്ള കൺട്രോൾ സെക്ഷനാണ്. ആ കൺട്രോൾ സെക്ഷനെ ഇന്ന ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ് അതിന് ബ്രാക്കറ്റ്സിൽ കൊടുത്തിരിക്കുന്നത്. ഡിലീറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്, ചേഞ്ചിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചേഞ്ച് ഇപ്പോൾ ഈ ഒരു നെയിമിൽ നിന്നും ഈ ഒരു നെയിമിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് വരുന്ന വേറൊരു കമാൻഡാണ് ലൈബ്രറി. ലൈബ്രറി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റേണൽ റെഫറൻസസിനായിട്ട് നമുക്ക് ലൈബ്രറീസ് നമുക്ക് റെഫർ ചെയ്യാം. അപ്പം ആ ഒരു ലൈബ്രറീനെ റെഫർ ചെയ്യാനായിട്ട് നമുക്ക് ഇതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡിങ്ങിൻ്റെ സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതിന് ലൈബ്രറി എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് യൂസർ ഡിഫൈൻഡ് ലൈബ്രറീസിനെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. സോ യൂസറിന് ഇപ്പം സ്റ്റാൻഡേർഡ് റൂട്ടീൻ്റെ ഒരു സ്പെസിഫൈഡ് വേർഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ വേർഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യേണ്ട സമയത്ത് അതിനെ റെഫർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇനിയിപ്പം നമുക്ക് പ്രോഗ്രാമിന് ഇതുപോലെ തന്നെ ഇപ്പം stddev, പ്ലോട്ട്, കോറൽ എന്ന് പറഞ്ഞ ഈ ഫങ്ഷൻസ് യൂസ് ചെയ്തില്ല, ഈ കമാൻഡ്സ് യൂസ് ചെയ്ത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് ലൈബ്രറിയിൽ നിന്ന് ഇതിൻ്റെ അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളുടെ പ്രോഗ്രാമിൽ കിടക്കുന്ന ഡേറ്റയുടെ അനാലിസിസ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, ഇനിയിപ്പം നമുക്കറിയാം ഇപ്പം ഈ നോ കോൾ എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമാൻഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ എക്സ്റ്റേണൽ റെഫറൻസസ് ചെയ്യുന്ന സമയത്ത് ചിലത് നമുക്ക് കിട്ടും, ചിലത് ചിലപ്പോൾ രണ്ടാമത്തെ പാസിൽ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് റിട്രീവ് ചെയ്യാം, ചിലത് കാണും നമുക്ക് ഒരിക്കലും കിട്ടാത്തത്. സോ ചില സമയങ്ങളിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കിട്ടാത്തതിനെ നമ്മൾ സ്റ്റാർ ഇട്ടായിരിക്കും അല്ലെങ്കിൽ എററായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ലൈക്ക് എററായിട്ടായിരിക്കും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ കേസസ് വരുമ്പോഴത്തേനും നമ്മൾ നോ കോൾ കമാൻഡ് യൂസ് ചെയ്യും. നോ കോൾ കമാൻഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഇൻസ്ട്രക്ട്സ് ദ ലോഡ് ദാറ്റ് ദീസ് എക്സ്റ്റേണൽ റെഫറൻസസ് ആർ ടു റിമെയിൻ അൺറിസോൾവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സ്റ്റാർ ചെയ്ത് ഈ അൺറിസോൾവ് ചെയ്തേക്കുന്നതിനെ എററായിട്ട് ഡിക്ലെയർ ചെയ്യാണ്ട് ഈ എക്സ്റ്റേണൽ റെഫറൻസസ് ഒക്കെ അൺറിസോൾവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ലൈബ്രറിയിൽ നമ്മൾ ഈ ഒരു റൂട്ടീൻസിനെ എടുക്കുമ്പോഴത്തേനും അതിനെ അൺറിസോൾവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് നമ്മൾ
എന്താണ് പറയുന്നത്, ലോഡറിനെ നമ്മൾ മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു കമാൻഡാണ് നോ കോൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്നും ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹെഡ് ഓഫ് ലോഡിങ് ആൻഡ് ലിങ്കിങ് ദി അൺനീഡഡ് റൂട്ടീൻസ് വരത്തില്ല, മെമ്മറി സ്പേസ് സേവ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പം ഇങ്ങനെ സ്റ്റാർ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എക്സ്റ്റേണൽ റെഫറൻസസിന്. സോ അതെന്നൊക്കെ പറയുന്നത് എററായിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുക. സോ അപ്പം ആ ഒരു എറർ ഓപ്ഷൻ ആയിട്ടായിരിക്കും നമ്മൾക്ക് ലോഡിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്നത്. പറയുന്നത് ഔട്ട്പുട്ട്, നമ്മുടെ ലോഡിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടാനായിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു. അടുത്ത കോമൺ മെത്തേഡ് എന്ന് പറയുന്നതാണ് ലോഡ് മാപ്പ്. സോ ലോഡ് മാപ്പ് എന്ന് പറയുന്നത് ലോഡിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ത്രൂ ദ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസർ ക്യാൻ സ്പെസിഫൈ വെദർ വി ഷുഡ് ഹാവ് എ മാപ്പ് സച്ച് ദാറ്റ് ഓർ നോ. അപ്പം ഇഫ് എ മാപ്പ് ഇസ് ഡിസൈർഡ് ദ ലെവൽ ഓഫ് ഡീറ്റെയിൽ ക്യാൻ ബി സെലക്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ബൈ ചാൻസ് നിങ്ങളിപ്പം ശരിക്കും ലൈക്ക് ഒരുപാട് നിങ്ങൾ തിങ്ക് ചെയ്യുന്ന പോകുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് എന്തുകൊണ്ട് നമ്മൾ നോ കോൾ കൊടുത്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരാം. അപ്പം അൺറിസോൾവ്ഡ് എന്തുകൊണ്ടായിരിക്കണം എന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു ഔട്ട്പുട്ട് വേരിയബിളാണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമ്മളുടെ ലോഡിൽ നിന്ന് എടുക്കുന്ന ഔട്ട്പുട്ട് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു രീതിക്കുള്ള എന്താണ് പറയുന്നത് ഒരു എക്സ്റ്റേണൽ റെഫറൻസിൻ്റെ ബാക്കി ഒരു റിസോൾവ് ആവണം എന്ന് നമ്മളൊരു നിർബന്ധം അവിടെ പിടിക്കാത്തത്. സോ സിമിലർലി നമുക്കിവിടെ ലോഡ് മാപ്പ് എന്ന് പറഞ്ഞൊരു അടുത്ത ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് ദ ലോഡർ ഹാസ് ദി എബിലിറ്റി ടു സ്പെസിഫൈ ദ ലൊക്കേഷൻ അറ്റ് വിച്ച് ദി എക്സിക്യൂഷൻ ഇസ് ടു ബിഗിൻ. അത് ലോഡറിന് നമുക്കുള്ള ഒരു എബിലിറ്റിയാണ്. ആ ഒരു സംഭവം നമുക്ക് ഔട്ട്പുട്ടായിട്ട് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ വേറൊരു എബിലിറ്റി ലോഡറിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കൺട്രോൾ വെദർ ഓർ നോട്ട് ദ ലോഡർ ഷുഡ് അറ്റംപ്റ്റ് ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാം ഇഫ് ദി എറേഴ്സ് ആർ ഡിറ്റക്റ്റഡ് ഡ്യൂറിങ് ദ ലോഡ്. ഇപ്പം അൺറിസോൾവ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ റെഫറൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലോഡർ ഓപ്ഷൻസിനകത്ത് നമ്മൾ പറയുന്നത്.